ആദ്യം തടി വെട്ടി വിറ്റവർ കാശാക്കി. പിന്നെ കഞ്ചാവ് കൃഷിയും മയക്കുമരുന്ന് നിർമ്മാണവും ഒക്കെ ആയിട്ട് ലക്ഷങ്ങൾ സമ്പാദിച്ചു. അതത് കാലത്തെ ഭരണകക്ഷിയിലും സർക്കാർ ഉദ്യോഗസ്ഥരിലും പെട്ട ചിലരും ഇതിന് പിന്നിലുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ അറിവ്. ഓലെ സ്വന്തക്കാരൻ ഗുണ്ടകളാ ഇപ്പൊ അവിടെ താമസം. നമ്മൾ ഈ അലാക്കിലെ കോടതി വിധി വരാൻ വൈകിയതാ ഇതിനൊക്കെ കാരണം. ഇപ്പോ ഓലെ സ്വന്തം നിലനിൽപ്പിനും വേണ്ടി ഓലിതൊരു വർഗീയ കലാപമായി മാറ്റാം. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത്തരം സാമൂഹ്യ ദ്രോഹികളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവിടുത്തെ മിക്ക രാഷ്ട്രീയ സംഘടനകളാണെന്നും എനിക്കറിയാം. ജാതിയുടെയും മതങ്ങളുടെയും പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതും ഇവർ തന്നെയാണ്. ഈ നാടിന് ഒരിക്കലും ഉയർച്ച ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന വിദേശ ശക്തികളുടെ ചാരസംഘടനകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ജനതയുടെ ആത്മവീര്യം മുഴുവൻ നഷ്ടപ്പെടുത്തി ജഡപ്രായമാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് നാം വഴങ്ങരുത്, തമ്മിൽ കലഹിക്കരുത്. ഇതാണ് എന്റെ അപേക്ഷ. ഞമ്മക്കും പറയാനുള്ളത് അത് തന്നെയാ. ദേവസ്വം ഭൂമിയിലേക്ക് സമാധാന ദൗത്യവുമായി സ്വാമികൾ എഴുന്നള്ളുമ്പോ സ്വാഗതം ചെയ്യാനായി ഞങ്ങൾ അവിടെ ഉണ്ടാവും. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അവരെ നമ്മൾ ഇറങ്ങാം. അപ്പൊ ഞങ്ങൾ സ്വാമി, നമുക്ക് അവിടെ പോവാൻ ക്രിസ്ത്യാനികളുടെ മാപ്പിളമാരുടെ ഒന്നും സഹായം ആവശ്യമില്ല. ഇത് നമ്മൾ ഹിന്ദുക്കളുടെ ഒരു വിജയമായിട്ട് വേണമല്ല, മുഴുവൻ ജനതയുടെയും കൂട്ടായ വിജയമാണ് ആവശ്യം. ഈ ഒരു സംരംഭത്തിൽ നിങ്ങൾ എന്നെ ഒരു പ്രത്യേക മതത്തിന്റെയോ പാർട്ടിയുടെയോ വക്താവായി കാണരുത്. ഇവനെ പോലൊരു മിടുമിടുക്കനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എവിടെ പോയി എന്ത് ചെയ്യാൻ പറഞ്ഞാലും എന്ത് ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിലും ശരി അത് ചെയ്തിട്ടേ വരുള്ളൂ. അങ്ങനെ അവനെ ഞാൻ ട്രെയിൻ ചെയ്തിരിക്കുന്നു. ഇവിടെ എന്റെ ആത്മാവിനെ തീ പിടിച്ചിരിക്കുക. ആ നേരത്തെ തന്റെ ഒരു പട്ടിപ്രേമം. ഏത് മാവിനാ തീ പിടിച്ചത്? മാവിനല്ലോ തീ പിടിച്ചത്. എന്റെ ആത്മാവിന്റെ കാര്യം പറഞ്ഞു. മലയാളം അറിയില്ല, വെറുതെ കോട്ടിട്ടിങ്ങനെ നടക്ക പോത്താൻ. ഈ ബിഷപ്പിനും തങ്ങൾക്കൊന്നും ഒരു പണിയില്ലെന്ന് തോന്നണേ. സ്വാമിയെ കാണാൻ പോയിരിക്കണോന്ന്. സ്വാമി എവിടെത്തിയ വനം കയ്യേറിയത് മറ്റു മതക്കാരല്ല, നമ്മുടെ ആൾക്കാരാണെന്ന് വ്യക്തമാകും. എന്റെ ഈശ്വര, അത് മാത്രമല്ല അവിടെ നടന്ന അടിയും പിടിയും മലങ്കൊള്ളയൊക്കെ പുറത്താകും. അതിന്റെ കൂടെ അത് നടത്തി നമ്മളൊക്കെ അകത്തുപോകും. എന്നെ പിടിച്ച എല്ലാം ഞാൻ വിളിച്ചു പറയും. നിങ്ങൾ പറഞ്ഞിട്ടാണ് വെടിവെച്ചതും ആളുകളെ കൊന്നതും ചത്തവന്മാരുടെ കഴുത്തിൽ കുരിശുമാല തൂക്കിയതും ഒക്കെ ഞാൻ വിളിച്ചു പറയും. പിന്നെ താൻ വിളിച്ചു പറഞ്ഞ എനിക്ക് പുല്ല. എന്റെ മന്ത്രിസ്ഥാനം പോയാൽ നിന്നെയൊക്കെ കൊണ്ടേ ഞാൻ പോവും. വെറുതെ സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കണ്ട. ആരും പിടിക്കാനൊന്നും പോകുന്നില്ല. സ്വാമി ഒട്ട് അവിടെ എത്താനും പോകുന്നില്ല. ഓ, അത് സ്വാമിയും ഗീമിയൊന്നുമല്ല. ഇവിടെയൊക്കെ വായി നോക്കി നടന്നില്ലേ ആ തൊട്ടി ശിവൻ. ഇതവന്റെ വേഷക്കെട്ടാ നമ്മളോടുള്ള വൈരാഗ്യം തീർക്കാൻ. കൂറുമാറി വന്ന് എനിക്ക് മന്ത്രിസ്ഥാനം തന്ന ഭരണകക്ഷി തന്നെ എതിർപ്പുണ്ട്. പിന്നെ നിനക്കൊക്കെ കാശുണ്ടാക്കാൻ വേണ്ടി എണ്ണയും മണ്ണെണ്ണയും വണ്ടിയും കാറും ഒക്കെ വാങ്ങിച്ചതിന്റെ പേര് ആകെ നാറ്റക്കേസായി കിടക്കുക. ഇവിടെ രണ്ട് ജാതിക്കാരും തമ്മിൽ നടന്ന സംഘടനത്തിൽ അത് മുങ്ങിക്കിടക്കുകയായിരുന്നു. ഇതൊന്ന് കെട്ടടങ്ങിയാൽ അതൊക്കെ വീണ്ടും പൊങ്ങും. ഇത് നമ്മുടെയൊക്കെ ജീവിത പ്രശ്നമാണ്. ഈ ശാന്തിയാത്ര പൊളിക്കണം. ആ കഴിവരണവൻ ചാകാതെ അത് പൊളിയില്ല. എങ്കിൽ ആ സ്വാമിയെ കൊല്ലണം. എന്താ ഈ പറയുന്നത്? അതൊന്നും വേണ്ട. എന്നാ വേറൊരു വഴിയുണ്ട്, പറയട്ടെ. നമുക്ക് എല്ലാരും കൂടി സ്വാമിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാം. അത് കൊള്ളാം. അങ്ങനെ നല്ല കാര്യം. മിണ്ടാരിടൂ. കൊന്നാലും വേണ്ടിയല്ല തിന്നാലും വേണ്ടിയല്ല, കാര്യം നടക്കണം. അത്ര തന്നെ. സ്വാമിയെ തിന്നാനൊന്നും കൊള്ളൂല. ഇനി ഒരു അക്ഷരം മിണ്ടി തന്നെ ഞാൻ പിടിച്ചിന്നും. അല്ല, ഞാൻ പറഞ്ഞു. പന്നി, നിങ്ങളൊന്ന് സഹായിക്കാമെങ്കിൽ സ്വാമിയുടെ കാര്യം ഞാൻ ഏറ്റു. ഞാൻ എന്താ ചെയ്യണ്ടേ പറഞ്ഞോളൂ. പറയാം. ഒരു കാര്യം ഞാൻ പറയാം. കൊല ചെയ്യുന്നതിന്റെ പിന്നിൽ നമ്മളുണ്ടെന്ന് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. കൊലയ്ക്ക് ശേഷവും കൊലയാളി ഒരിക്കലും പിടിക്കപ്പെടരുത്. ഈ കൊലയുടെ പിന്നിൽ മറ്റു മതസ്ഥരാണെന്ന് വരുത്തി തീർക്കണം. സ്വാമിയെ കൊന്നതിന്റെ പേരിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിൽ കൊല്ലും കൊലയും കൊള്ളിവയ്പും നടക്കണം. ഈ നഗരം ആളിക്കത്തണം. നമ്മുടെ പേരിലുള്ള അഴിമതികൾ ഉൾപ്പെടെ ആ തീയിൽ വെന്ത് വെണ്ണീറാവണം. നടക്കുമോ പത്രോസേ? ഞാൻ ഏറ്റു. ഇക്കാര്യം ഇവിടെ വന്ന് പറഞ്ഞു എന്നറിഞ്ഞ ഇവിടുന്ന് ഇങ്ങോട്ടുണ്ടാവൂല. എങ്ങനെയെങ്കിലും സ്വാമിയെ രക്ഷിക്കണം. എന്താണ് അവരുടെ പ്ലാൻ? അതെനിക്കറിയില്ല. എങ്ങനെയെങ്കിലും അറിയണം. ശ്രമിക്ക, അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്ന് രാത്രി തൊട്ട് രഥം പോകുന്ന റൂട്ടിൽ എവറി 100 മീറ്റേഴ്സ് ഓരോ കോൺസ്റ്റബിളിനെ വീതം പോസ്റ്റ് ചെയ്തിരിക്കണം. എവിടെ നിങ്ങളുടെ DIG മിസ്റ്റർ ശേഷാദ്രി അയ്യർ? മന്ത്രി വിളിച്ചിട്ട് പോയിരിക്കുകയാണ്. Then you please inform him also about this arrangement. That's all. ഹലോ, ASP രഘുവാണ്. സ്വാമിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുവാൻ പോലീസിന് തരില്ലെന്നാണ് പറയുന്നത്. ആരാ പറഞ്ഞത്? DIG അയ്യർ. എപ്പോ? ഇപ്പോ. ആരോട് ചോദിച്ചിട്ടായി തോന്നിവാസം കാണിച്ചത്? എനിക്കറിയില്ല സർ. മന്ത്രിയുടെ കൂടെ ഓർഡറാണ് സർ. ഞാൻ സമ്മതിക്കില്ല. ഹലോ ഹലോ,
ക്ഷമിക്കണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നാളത്തെ ശാന്തിയാത്രയിൽ കുഴപ്പമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നതായി അറിഞ്ഞു. ജീവൻ തന്നെ അപകടപ്പെടുത്താൻ. എന്റെ? അതെ. ഈ സിറ്റുവേഷനത്ത് സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യാൻ എനിക്ക് സമയം വേണം. 24 മണിക്കൂറെങ്കിലും. ഒരു ദിവസത്തേക്ക് ഈ യാത്ര മാറ്റിവെക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. പേടിപ്പിച്ച് കാര്യം നേടാൻ ഉദ്ദേശിക്കുന്നവർക്ക് വഴങ്ങിക്കൊടുക്കലാവില്ലേ അത്? ഞാൻ എന്റെ രക്ഷയെ ഓർത്താണെങ്കിൽ ഈ ശരീരം നശിക്കുന്നതിൽ എന്തിരിക്കുന്നു? ഒരസ്ത്രത്തിനും ആത്മാവിനെ നശിപ്പിക്കാനാവില്ല, ഒരഗ്നിക്കും ദഹിപ്പിക്കാനും ആവില്ല. ഈ തത്വത്തിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. എന്റെ ദൗത്യം നിറവേറ്റുക തന്നെ വേണം. എന്റെ ഒരു അപേക്ഷയാണ്. ധൈര്യമായിട്ട് വയ്ക്കുള്ളൂ. ബോംബ് വെച്ച് കൊല്ലാനാണ് പ്ലാൻ. ചർച്ചിലോടെന്നൊക്കെ പറയുന്നത് കേട്ടു. ആരാണ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എല്ലാം പരിശോധിച്ചോ? സാർ, ഇദ്ദേഹം പട്ടിയെ കൊണ്ട് സമ്മതിക്കുന്നില്ല. സ്വാമികൾ ഇരിക്കേണ്ട പീഠത്തിൽ കണ്ട പട്ടിയും പൂച്ചയും കയറി നക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാൾ ആരാ അത് പറയാൻ? സെക്യൂരിറ്റി മെഷേഴ്സിന് വേണ്ടി എവിടെ എങ്ങനെയും പരിശോധിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. മര്യാദയ്ക്ക് കേട്ടില്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. കാരി ഓൺ. സാർ, ഇതിനകത്തൊന്നുമില്ല. 10:30-ക്കല്ലേ രഥം ചർച്ച് റോഡിലൂടെ കടന്നു പോകുന്നത്? അതെ. മിസ്റ്റർ തോമസ്, സാർ, നിങ്ങൾ രഥത്തിനടുത്ത് തന്നെ എപ്പോഴും ഉണ്ടാവണം, യാത്ര തീരുന്നത് വരെ. സാർ. കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിലായി ഇവിടെ വന്ന് താമസിക്കുന്ന നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെല്ലാം ഉണ്ട്? ഒരു ബോംബെക്കാരുണ്ട് സാർ.